അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് നൂർ ഫാത്തിമയോട് പറയുന്ന ആ ഒരു കഥ കേട്ട് നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടി. നാഫിക, ഞാൻ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. മോളെ, എത്രയെത്ര കേൾക്കാനുണ്ട് ഇനി. ശരിക്കും പറഞ്ഞാൽ ഖുർആൻ്റെ ചരിത്രം നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകളാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമ്മളൊന്നും അത് പഠിക്കുന്നില്ല. എത്രയായാലും പഠിച്ചാൽ അതിനൊരറ്റവുമില്ല. അത്രക്കും പരന്നു കിടക്കുന്നതാണ് അതിലുള്ള വിജ്ഞാനം. എങ്കിലും കഴിയുന്നത്ര നമ്മൾ അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിപ്പോൾ കടലിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും ആകാശം മുഴുവൻ കടലാസാക്കിയാലും ഒരിക്കലും അത് തീരാൻ പോകുന്നില്ല. അതത്രയ്ക്കും അനന്തമാണ്, ഒരിക്കലും അറ്റമില്ലാത്തതാണ്. നാഫിക, അപ്പോൾ എന്നോട് ഇന്നലെ പറഞ്ഞ ആ 2 മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കിയ കഥ പറഞ്ഞിരുന്നല്ലോ, അത് ഏത് നബിയുടെ കാലത്തായിരുന്നു? നൂർ ഫാത്തിമ, അത് ഹസ്രത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തി അങ്ങനെ തന്നെ ആയിരുന്നു. ആദം സന്താനങ്ങളുടെ, അതായത് നമ്മളുടെയൊക്കെ ഭൂമിയിലുള്ള ആളുകളുടെ ദുഷ്പ്രവൃത്തി, അന്ന് എല്ലാ തെറ്റുകളും ചെയ്ത് നടക്കുന്ന ആ ഒരു കാലഘട്ടം. അതിൽ മലക്കുകൾക്ക് തോന്നുകയാണ്, എന്താണ് ഇവരിങ്ങനെ ഇത്രക്കും തെറ്റുകളൊക്കെ എന്താ ഇങ്ങനെ ചെയ്ത് നടക്കുന്നത് ആദം സന്താനങ്ങൾ എന്നൊക്കെ അള്ളാഹുവിനോട് പറയാണ്. അതുമാത്രമല്ല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആദം സന്തതികളെ ആക്ഷേപിക്കുകയാണ്, അതായത് ഭൂമിയിലുള്ളവരെ അവരെ ആക്ഷേപിക്കുക. എന്താണ് ഇത്രക്ക് മോശം പ്രവൃത്തി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടെ. എന്നാൽ മനുഷ്യരെക്കുറിച്ച്, ഭൂമിയിലുള്ള മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ ഈ മലക്കുകൾ ഇങ്ങനെ പറയുമ്പോഴാണ് അള്ളാഹു അവരോട് പറയുന്നത്, അതെ, നിങ്ങളൊരിക്കലും അഹങ്കാരത്തിന് വിധേയരാവരുത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. മനുഷ്യരങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, അങ്ങനൊരു അഹങ്കാരം. അതുമാത്രമല്ല, മനുഷ്യന്മാരെ നിങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യരുത്. അവർക്ക് കൊടുത്ത ഷഹവത്ത് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ല. അതൊരിക്കലും മനുഷ്യന്മാരുടെ തികച്ചും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തരുമായിരുന്നെങ്കിൽ നിങ്ങൾ അതിലേറെ തെറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ വിചാരങ്ങളെല്ലാം വേറെ രീതിയിലുള്ളതാണ്. അത്രയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്കത് തന്നാൽ നിങ്ങൾ അതിലേറെ മോശക്കാരാവും. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു ചെറിയ അംശം പോലും തന്നിട്ടില്ല. ഒരംശം തന്നിരുന്നെങ്കിൽ നിങ്ങൾ അവരെക്കാളും ദുഷിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്കത് തന്നിട്ടില്ല. അപ്പോഴാണ് അള്ളാഹുവിനോട് മലക്ക് പറയണത്, എന്ത്, അള്ളാഹുവേ, ഞങ്ങൾക്ക് നൽകിയാലും ആ ഒരു ഷഹവത്ത് ഞങ്ങൾക്ക് നൽകൂ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല. ഞങ്ങൾ ചെയ്യില്ല അവർ ചെയ്യുന്ന പോലെയൊന്നും. എത്ര തന്നെ ഞങ്ങളുടെ മനസ്സിനെ നീ മാറ്റിമറിച്ചാലും ഞങ്ങൾ ചെയ്യില്ല. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഞങ്ങൾ ചെയ്യില്ല. മനുഷ്യന്മാരെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശപ്പെട്ട ആളുകൾ, എന്തെല്ലോ തെറ്റ് ചെയ്ത് നടക്കുന്നു ഭൂമിയിൽ. മോളെ നൂർ ഫാത്തിമ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്താണിത് പറയാനുണ്ടായ കാരണം? അതെ, അത് മറ്റൊന്നുമല്ല. ഭൂമിയിൽ നമ്മുടെ കൂടെ എല്ലാത്തിനും പിശാചുക്കൾ ഉണ്ടാവും. എന്നെ പഴപ്പിക്കാൻ എത്രയോ പിശാചുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിന്നെ പഴപ്പിക്കാനും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈമാൻ്റെ ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കണം. അതാണ് പറയണത്. നമ്മൾ അതിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നെ ഇപ്പോൾ പഴപ്പിക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റർ എൻ്റെ പിന്നാലെ എത്ര ദിവസമായി കൊഞ്ചിക്കുഴഞ്ഞും അങ്ങനെയൊക്കെ. പക്ഷേ ഞാനത് ആ ഭാഗമേ ശ്രദ്ധിക്കുന്നില്ല. സാധാരണ ആളുകൾ, അതും അത്രക്കും സുന്ദരിയായൊരു സിസ്റ്റർ, ആ രീതിയിലുള്ള വേഷവിധാനങ്ങളോട് കൂടി കൊഞ്ചിക്കുഴയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കാൻ വന്ന ആളോട്. ആ ഒരു ടൈം എന്തായാലും അവരുടെ ചിന്ത മാറും. തെറ്റായ ചിന്തകളിലേക്ക് അവർ വരും. ആ ഒരു ചിന്തയെ നമ്മൾ തടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം. ഒരിക്കലും നമ്മൾ അതിന് അനുകൂലമായി പോകരുത്. അതിന് പ്രതികൂലമായി നിന്ന് അതിനെ ഒരു പരിചയ കൊണ്ട് എത്രമാത്രം നമ്മളതിനെ എതിർക്കാൻ നോക്കും, അതുപോലെ നമ്മൾ തടുത്തു കഴിയണം. അത് എല്ലാവർക്കും കഴിയില്ല. മനസ്സിനുള്ളിൽ നല്ല ഈമാൻ്റെ ശക്തി വേണം. ഇബ്ലീസ് പലവട്ടം പറയും, നല്ലൊരു സുന്ദരിയായ പെണ്ണല്ലേ, അതിനിപ്പോൾ എന്താ, അവൾക്കാണെങ്കിൽ തിരിച്ച് നിങ്ങളെ നല്ല ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ പ്രലോഭിപ്പിക്കും. പക്ഷേ അതിലൊന്നും മയങ്ങി വീഴാൻ പാടില്ല. അപ്പോൾ മനുഷ്യരിങ്ങനെ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് പടച്ച റബ്ബ് മലക്കുകളിങ്ങനെ നമ്മളെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനോട്, അള്ളാഹുവേ, അവരെന്തൊരു ആൾക്കാരാ,
ഞങ്ങളൊന്നും അങ്ങനെ തെറ്റ് ചെയ്യൂലേ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മനസ്സല്ല ഒരിക്കലും അവരുടേത്, അവർക്ക് ഞാൻ വേറെയാണ് ഷഹവത്ത് കൊടുത്തത്. അപ്പോൾ അത് ഒരംശം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവരാവുമെന്ന്. മനസ്സിലായില്ലേ? നാഫിക്ക, ശരിക്കും എന്തോ ഒരു അത്ഭുതകരമായി തോന്നുന്നു അല്ലേ? എന്നിട്ട് ബാക്കി പറയോ എൻ്റെ നൂർ ഫാത്തിമ. അപ്പോൾ അള്ളാഹു അവരോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ശരി, നിങ്ങൾ അങ്ങനെയാണ് കരുതുന്നെങ്കിൽ, അതായത് മനുഷ്യരുടെ ബുദ്ധി നിങ്ങൾക്ക് നൽകിയിട്ട് ഒരു തെറ്റും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതൊന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ അതിനനുസരിച്ച് അവരെല്ലാവരും കൂടി അസ്രായിൽ അലൈഹി സ്വലാമിനെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിന് മനുഷ്യർക്കുള്ള അതുപോലുള്ള സ്വഭാവങ്ങൾ നൽകുകയാണ്. അങ്ങനെ അതാ മലക്കിനോട് അള്ളാഹു പറയാണ്, നീ ഭൂമിയിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് എൻ്റെ ആജ്ഞകളെ നീ പ്രചരിപ്പിക്കുക. അതുപോലെ നീ ഭൂമിയിൽ പോയിട്ട് ഒരു തെറ്റും ചെയ്യരുത്, ഒരാളെയും കൊല ചെയ്യപ്പെടരുത്, വ്യഭിചരിക്കരുത്, അതുപോലെ ആഭിചാരം ചെയ്യരുത്, ഒരിക്കലും മദ്യപിക്കുകയും അരുത്, ആളുകളുടെ ഇടയിൽ നല്ലത് പറഞ്ഞ് പ്രവർത്തിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോഴേ ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇസ്മുൽ ആളം ഉണ്ടല്ലോ, അതെ, ആ മഹത്തായ നാമം ചൊല്ലിക്കൊണ്ട് നീ ആകാശത്തിലേക്ക് കയറി പോരുക. അത് കഴിഞ്ഞ് പ്രഭാതത്തിൽ വീണ്ടും ഭൂമിയിലേക്ക് പോവുക, നിനക്ക് ഏൽപ്പിച്ച കൃത്യങ്ങളെല്ലാം നിർവഹിക്കുക. അങ്ങനെ അസ്രായേലിൻ്റെ കൂടെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകളെയും പടച്ച റബ്ബ് ഇറക്കുകയാണ് ഭൂമിയിലേക്ക്. അങ്ങനെ അവർ ഇറങ്ങി. ഇന്നലെ ഇതുവരെയല്ലേ പറഞ്ഞത്? ആ നാഫിക്ക പറയൂ, ശരിക്കും അത്ഭുതകരമായ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലേ? അങ്ങനെ അന്ന് മുതൽ ഹാറൂത്തും മാറൂത്തും അസ്രായേലും അലൈഹിസ്സലാം അവർ ഭൂമിയിലേക്ക് ഇറങ്ങും. ജനങ്ങളുടെ ആവലാതികൾക്കും ആവശ്യങ്ങൾക്കും എല്ലാം ചെയ്ത് സെറ്റാക്കി കൊടുക്കും. വൈകുന്നേരം അവർ ആകാശത്തേക്ക് മടങ്ങും. അതും ഇസ്മുൽ അഅ്ലമിൻ്റെ സഹായത്തോടെ ആകാശത്തിലേക്ക് അവർ മടങ്ങും. നൂർമോളെ, ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയില്ലേ? അതെ ഉസ്താദെ, അത് അള്ളാഹുവിൻ്റെ നാമമല്ലേ? യെസ്, അതെ, അത് തന്നെ. അത് ഏതാണ് നാമം എന്നുള്ളത് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ 1 മാസത്തോളമായി 3 മലക്കുകൾ ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഈവനിങ്ങിൽ, അതായത് സായാഹ്നത്തിൽ ഇസ്മുൽ അഅ്ലമിൻ്റെ സഹായത്തോടെ തിരിച്ചു പോരുന്നു. അങ്ങനെ 1 മാസത്തോളമായിട്ടോ. അങ്ങനെ ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭൂമിയിലുള്ള ഒരുപാട് ആളുകളൊക്കെ അറിയപ്പെടുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, അവർ കുറച്ചൊക്കെ മനുഷ്യരുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഇടപഴകിക്കൊണ്ട് നടക്കുകയാണ്. ആ ഒരു സമയത്ത് 1 മാസമൊക്കെ ആയപ്പോൾ തന്നെ അസ്രായിൽ അലൈഹി സ്വലാമിന് മലക്കിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ ആയി തുടങ്ങുകയാണ്. എന്തൊക്കെ തന്നെയായാലും അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് മനുഷ്യന്മാരുടെ സ്വഭാവം, മനുഷ്യന്മാരുടെ ആ ഒരു അള്ളാഹു അവർക്ക് നൽകിയ അത് മലക്കുകൾക്ക് പെട്ടുകൊടുത്തിട്ടുണ്ടല്ലോ, അതേ ഒരു രീതിയിൽ അസ്രായേൽ ഇങ്ങനെ ആയി പോവുകയാണ്. മലക്കിൻ്റെ സ്വഭാവത്തിനോടൊക്കെ യോജിക്കാൻ കഴിയാതെ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് കൂടുതൽ താല്പര്യം കൊടുക്കാനൊക്കെ തോന്നുക. എന്നാൽ അസ്രായേൽ അലൈഹി സ്വലാം കരുതി, ഇല്ല, ഇത് നടക്കൂല, ഇതിൻ്റെ പര്യവസാനം ഒരിക്കലും ശുഭകരമല്ല, ഇത് എന്തായാലും ഞാൻ തെറ്റിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അസ്രായേൽ അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, എന്നെക്കൊണ്ട് കഴിയുന്നില്ല, ഭൂമിയിലാകുമ്പോൾ അതും മനുഷ്യരുടെ ഈ ഒരു ബുദ്ധിയൊക്കെ ആയി വരുമ്പോൾ എന്തായാലും തെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് എനിക്കിത് കഴിയുന്നില്ല, എന്നെ തിരിച്ച് അള്ളാഹുവേ ഉയർത്തണം, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഞാൻ എന്തായാലും പിഴച്ചു പോകും. അത് കേട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്ന് ആ മനുഷ്യ സ്വഭാവത്തെ നീക്കം ചെയ്യാണ്. അസ്രായേലിൽ നിന്ന് മനുഷ്യനുള്ള ആ സ്വഭാവത്തെ നീക്കം ചെയ്ത് മലക്കിൻ്റെ സ്വഭാവം തന്നെ അള്ളാഹു ഇട്ടുകൊടുത്തു. എന്നാൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലക്കുകളുണ്ടല്ലോ, അവർ 3 പേര് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അതെ, അവർ 2 പേരും അസ്രായേൽ പോയി മലക്കിൻ്റെ സ്വഭാവമൊക്കെ ആയി, ഓക്കെ. പക്ഷേ ഹാറൂത്ത് മാറൂത്ത് അവർ 2 പേരും ഭൂമിയിൽ തന്നെ ഇപ്പോൾ സ്ഥിര താമസാക്കിയിരിക്കുകയാണ്. അവർ ഭൂമിയിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും കേസിനെ കുറിച്ചും ഒക്കെ പരാതികളെ തീർത്ത് കൊടുക്കുക, അതൊക്കെ ഉണ്ട് അവരുടെ കാര്യമായിട്ടുള്ള പണി. പിന്നെ നല്ല സന്മാർഗത്തിലേക്ക് നയിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരിക്കലൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വരികയാണ്, സുഹ്റത്ത് എന്ന് പേരുള്ള ഒരു സ്ത്രീയെ.
ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാണ്. തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓരോ പരാതികളും പരിഭവങ്ങളും ഹാറൂത്ത് മാറൂത്ത് എന്ന പേരിലുള്ള ഈ ഒരു മലക്കുകളോട്. ശരിക്കും പറഞ്ഞാൽ അവിടെ അവർ മനുഷ്യന്മാരുടെ രൂപത്തിൽ തന്നെയാണ് കേട്ടോ, മനുഷ്യരുടെ സ്വഭാവമാണ്. പക്ഷേ ശരിക്ക് മലക്കുകളാണ്. ഭൂമിയിൽ മലക്കുകൾ രൂപം കണ്ട എല്ലാവരും പേടിക്കൂലേ, അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ രൂപത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ അവരാണിങ്ങനെ ഈ ഒരു കേസുകൾ വാദിക്കണതൊക്കെ. അപ്പോൾ ഈ സുഹൃത്ത് എന്നുള്ള സ്ത്രീ അവരോട് വന്നിട്ട് പറയാണ് തൻ്റെ ഭർത്താവ് തന്നോട് ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സ്ത്രീ എന്ന് വെച്ചാൽ വളരെയധികം സുന്ദരിയായിരുന്നു. സുന്ദരി എന്ന് വെച്ചാൽ വളരെ സുന്ദരി. അത്രക്കും ഒരു സ്ത്രീക്ക് എന്തൊക്കെ അവളുടെ ശരീരത്തിലുണ്ടാവും, അവളുടെ ആ ഒരു മുഖത്ത്, അവളുടെ കൈകാലുകളിൽ, അവളുടെ എത്രമാത്രം സൗന്ദര്യം പടച്ചോനൊരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൗന്ദര്യമെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ത്രീയെ, അത്രക്കും സൗന്ദര്യവതി. അവളുടെ സംസാരം തന്നെ പ്രത്യേകമായൊരു ഭംഗി. അതുമാത്രമല്ല അവളുടെ ശരീരഭംഗിയാണെങ്കിലും മുടിയുടെ ഭംഗിയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ, അത്രക്കും ഭംഗിയുള്ള ഒരു സ്ത്രീ. അവളങ്ങനെ സംസാരിക്കുമ്പോഴേ അവിടെ കൂടി നിന്നവരെല്ലാം സ്വാഭാവികമായിട്ടും ഒരു സുന്ദരിയായൊരു സ്ത്രീ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ആർക്കായാലും അറിയാതെ അവളിലൊരു ആകർഷണീയത ഉണ്ടാവുമല്ലോ, ഒരു അടുപ്പം, അവരെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു താല്പര്യം അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അത്രക്കും സുന്ദരിയായ സുഹ്റ എന്ന സ്ത്രീ വന്ന് ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആ ഒരു സദസ്സിൽ വെച്ച്. എല്ലാവരും അവളിലങ്ങോട്ട് ആകൃഷ്ടയാകുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടുകയാണ്. ഇത്രക്കും സൗന്ദര്യവതിയായ സ്ത്രീ ഭൂമിയിലുണ്ടോ എന്ന് കരുതിയിട്ട്. അവളുടെ മധുരമായ ആ സംസാരങ്ങൾ, ആ നോട്ടം, ആ ചിരി, ആ ഒരു ആകർഷണീയത, അതിലെല്ലാം ഈ മലക്കുകളും അങ്ങോട്ട് വീണു പോവുകയാണ്. കണ്ടില്ലേ, മനുഷ്യരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് മലക്കുകൾ അത്ര പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഹാറൂത്ത് മാറൂത്തിന് മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ ഒരു പെണ്ണിനെ, അത്യധികം സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ പിന്നെ അവർക്ക് കഴിഞ്ഞില്ല. അവരതിൽ ആകർഷണീയതരായി അതിൽ വീണു പോവുകയാണ്, ആ സുന്ദരിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ. എല്ലാ കേസുകളും അവർ പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവരെന്താ ചെയ്തത്, ആ ഒരു സുന്ദരിയായ സുഹ്റ എന്ന് പറഞ്ഞ സ്ത്രീ വന്നപ്പോഴേ അവളുടെ കേസ് നീട്ടിവെക്കുകയാണ് ചെയ്തത്. എന്തിനാണ് കേസ് നീട്ടിവെച്ചത് നൂർ ഫാത്തിമ, നിനക്കറിയോ? അത് ഉസ്താദേ, അത് വീണ്ടും വീണ്ടും വരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ? യെസ്, അത് തന്നെ. അങ്ങനെ ആകുമ്പോഴല്ലേ കൂടുതൽ അവളെക്കുറിച്ച് അറിയാനും അവളോട് ഇടപഴകാനും ചാൻസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം പോയി. പക്ഷേ ഈ മലക്കുകൾ, ഹാറൂത്ത് മാറൂത്ത് എന്നുള്ള ആ ഒരു മലക്കുകൾ, അവർ രണ്ടുപേരോടും പരസ്പരം പറയാണ്, എന്താല്ലേ ഭംഗിയുള്ള പെണ്ണ്, എന്തൊരു ഗ്ലാമറുള്ള പെണ്ണാണ്, അത്രക്കും സൗന്ദര്യവതിയായ ഒരു പെണ്ണ്. അതിനെക്കുറിച്ച് രണ്ടുപേരും പരസ്പരം പറയാണ്. എന്നാൽ ആ രാത്രി മുഴുവൻ ആ രണ്ട് മലക്കുകൾക്കും ആ പെണ്ണിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അതെ, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും പറയാണ്. രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായ ഒരു പെണ്ണായിരുന്നു അത്. അത്രക്കും സൗന്ദര്യവതി ആയതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഭംഗി അവരെ അങ്ങ് വല്ലാതെ ആകർഷിച്ചു. ഉസ്താദെ, എന്നിട്ട് പറയാം. പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ കോടതി നടക്കുകയാണ്. കേസുകൾ വാദിക്കുന്ന സ്ഥലം. ഇവരാണല്ലോ കേസ് വാദിക്കുന്ന ആളുകൾ. അപ്പോൾ പതിവ് പോലെ ആ സുന്ദരിയായ പെണ്ണതാ അന്നും രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ചർച്ച കഴിഞ്ഞ് പിറ്റേന്ന് വരാൻ പറയുമല്ലോ, കേസ് നീട്ടിയിട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ തനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പിറ്റേന്ന് രാവിലെ തന്നെ വന്നു. സുന്ദരിയായ സഹ്റ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ രണ്ട് മലക്കുകളും അവളോട് പറഞ്ഞു, വരൂ, നമുക്കൊരു സ്വകാര്യ മുറിയുണ്ട്, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് അല്പം സംസാരിക്കാം. എന്നാൽ ആ രണ്ട് മലക്കുകളും അവരുടെ ആഗ്രഹങ്ങൾ അവളെ അറിയിക്കുകയാണ്. സഹ്റ എന്ന സുന്ദരിയായ പെണ്ണിനെ അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നി എന്നുള്ളത്. അത് കേട്ടപ്പോഴേ സഹ്റ ചോദിക്കുകയാണ്, അതെ, ഞാനും നിങ്ങളെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും വ്യത്യസ്ത മതങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അല്ല, ഈ പ്രവൃത്തി ന്യായമാണോ നിങ്ങൾ എന്നോട് ചെയ്യുന്നത്? നിങ്ങൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം ന്യായമാണോ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ?
പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പൗരുഷമുള്ള ആളാണ്, ധീരനായ ആളാണ്. ഇനിയിപ്പോൾ ഞാനെങ്ങാനും നിങ്ങളോട് സഹവസിച്ചോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ ഞാൻ പറയാം, എന്നെ വധിച്ചു കളയും, എന്നെ കൊല്ലും, അതുറപ്പാണ്. കാരണം എൻ്റെ ഭർത്താവ് അത്രക്കും ധീരനും വളരെയധികം പൗരുഷം നിറഞ്ഞ ആളുമാണ്. ഇതെങ്ങാനും അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നെ വധിക്കുകയാണെങ്കിൽ വധിക്കട്ടെ. നിങ്ങളെന്തായാലും എന്നോട് ചോദിച്ച കാര്യമല്ലേ. ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടി നിന്നു തരികയാണ്. നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി. ഉസ്താദേ, എന്ത്? ഒരു പെണ്ണ് അങ്ങനെ പറയുമോ? എന്നാലും ആ പെണ്ണിന് ഭർത്താവ് ഉണ്ടായിട്ട്, അത്രക്കും ധീരനായൊരു ഭർത്താവ് ഉണ്ടായിട്ടും ആ പെണ്ണ് അങ്ങനെ തെറ്റ് ചെയ്യേ? അയ്യേ, അതെന്താ അങ്ങനെ? ആ പെണ്ണ് അതിന് സമ്മതിച്ചോ? നൂർ ഫാത്തിമ, കേൾക്കൂ, നമുക്ക് പറയാലോ. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ ഇവൾ സാധിപ്പിച്ചു കൊടുക്കാം, അതിനു വേണ്ടി നിന്ന് കൊടുക്കാം എന്ന് ഇവള് സമ്മതിക്കുകയാണ്. പക്ഷേ അവളൊരു ഡിമാൻഡ് വെച്ചിരുന്നു. എന്ത് ഡിമാൻഡ്? അത് പറയാം. ഈ സഹറത്ത് എന്ന് പറഞ്ഞ പെണ്ണ് പറയാണ്, ഞാൻ ആരാധിക്കുന്ന 2 വിഗ്രഹങ്ങളുണ്ട്, അതെൻ്റെ ദൈവങ്ങളാണ്. അവരെ നിങ്ങൾ സുജൂദ് ചെയ്യണം. നിങ്ങൾ അവരെ എങ്ങാനും സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കും. ഭർത്താവിൻ്റെ കാര്യമൊന്നും എനിക്കിവിടെ ഒരു വിഷയമേ അല്ല. അതിനേക്കാളും എനിക്കിഷ്ടം ഞാൻ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയാണ്. അവർ നിങ്ങൾ സുജൂദ് ചെയ്യുമോ? ഈ പെണ്ണ് ചോദിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ, അതൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാണ്ട്. നിങ്ങൾ എന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്, നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നിങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അതും കൂടി ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അതെ, വളരെയധികം ഇഷ്ടമാണ്, വളരെയധികം സ്നേഹമാണ് സഹ്റ. നിങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ ആകൃഷ്ടയായിട്ടുണ്ട്, നിങ്ങളുടെ സംസാരത്തിൽ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി പറയൂ? മലക്കുകൾ ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് അവിടുന്ന് പറഞ്ഞിരുന്നു, എന്ത്? മനുഷ്യരുടെ ബുദ്ധി നൽകിയാലേ, മനുഷ്യരുടെ വിചാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങളൊരു തെറ്റും ചെയ്യില്ല മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇറക്കിയത്. പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിക്കൊടുത്തു, അവരുടെ ആഗ്രഹമല്ലേ. ഇപ്പോഴിതാ ആ പെണ്ണ് പറയുന്നത്, ഞാൻ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ സുജൂദ് ചെയ്യണം. 2 എണ്ണം ഉണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് പറയണമെന്നോ? എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് പ്രണയമുണ്ടെങ്കിൽ, പ്രേമമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ വധിക്കണം. അതായത് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലണം. നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി. നാഫിക്ക, ശരിക്കും അങ്ങനെ പറഞ്ഞോ അവൾ? യെസ്. എന്നിട്ട് എന്തായിരുന്നു മലക്കുകളുടെ മറുപടി ഉസ്താദേ? അത് ഞാൻ പറയാം. മലക്കുകളുടെ മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഹേയ് സഹ്റ, അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ ആരാധിക്കില്ല. അതുമാത്രവുമല്ല, ഒരു കാരണവുമില്ലാതെ ഒരാൾ അന്യായമായി വധിക്കുന്നത്, കൊല്ലുന്നത് അത് മഹാപാപമാണ്. അതുകൊണ്ട് ആ 2 പ്രവൃത്തിയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ആ മലക്കുകളുടെ ഉത്തരം കേട്ടിട്ട് സഹ്റത്ത് പിണങ്ങിപ്പോവുകയാണ്. അവരോട് പിണങ്ങിയതുപോലെ ഇറങ്ങിപ്പോയി. എന്നാൽ ഇവർക്കിപ്പോൾ മലക്കുകൾക്ക് മനുഷ്യരുടെ അവസ്ഥയാണല്ലോ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അവൾ ഇറങ്ങിപ്പോയതിൽ ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കിട്ടണമല്ലോ, അവളുടെ കൂടെ ഒന്ന് കഴിയണമല്ലോ. എന്തായാലും വേണ്ടിയില്ല. അങ്ങനെ ഒരു ദൂതനെ അവളെ വീട്ടിലേക്ക് അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങൾ 2 പേരും അവളുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നുണ്ട്, സഹ്റത്തിൻ്റെ വീട്ടിലേക്ക് അതിഥികളായി ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു ദൂതനെ അതാ അയക്കുകയാണ്. ആ ഒരു ദൂതൻ ആ ഒരു വാർത്ത അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്: അവരുടെ വരവിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും എനിക്കവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെ. അന്ന് ആ സ്ത്രീ വീട് മുഴുവൻ വൃത്തിയാക്കലും വളരെയധികം ഭംഗിയുള്ളതാക്കലും അവരെ സ്വീകരിക്കുവാൻ വേണ്ടി അതാ റെഡിയായി നിൽക്കുകയുമാണ്.
അവരെൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞ സഹ്റത്ത് അവൾക്ക് വളരെയധികം സന്തോഷകരമായിരുന്നു. അതെ, തന്നെ ഇഷ്ടപ്പെട്ട ആ രണ്ടാളുകളെ ഇന്നെൻ്റെ അതിഥികളായി വരുന്നുണ്ട്. വരുന്ന മുമ്പേ തന്നെ ഇവളതാ മനോഹരമായ പാത്രങ്ങളിൽ മദ്യം ഒഴിച്ചു വെക്കുകയാണ്. പടച്ചോനെ, ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടി. അതെ നൂർ ഫാത്തിമ, അവർക്ക് വേണ്ടി കുടിക്കുവാനുള്ള മദ്യം പാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചു, 2 പാത്രങ്ങളിലായിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകൾ, ഭൂമിയിലേക്ക് അയച്ച മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നു. അങ്ങനെ അവരൊരുപാട് സംസാരിച്ചു കൊണ്ടിരുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തി. നല്ല രീതിയിൽ തന്നെ ആ സഹ്റത്ത് ഇവരെ സ്വാഗതം ചെയ്തു. അവസാനമായിട്ട് ഈ സ്ത്രീ പറയാണ്, 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അവയിൽ ഇഷ്ടമുള്ള ഒന്നിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. 4 കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അതിൽ ആ സ്ത്രീ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നുവെന്നോ? എൻ്റെ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിക്കുക. അതെ, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വിഗ്രഹത്തെ നമസ്കരിക്കുക. രണ്ടാമതായി പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ വധിക്കുക. മൂന്നാമതായി പറഞ്ഞ കാര്യം, എനിക്ക് നിങ്ങൾ ഇസ്മുൽ ആളം പഠിപ്പിച്ചു തരിക. 4ാമത്തെ കാര്യം മറ്റൊന്നുമല്ല, പാത്രങ്ങളിലായി ഞാൻ ഒഴിച്ചു വച്ചിരിക്കുന്ന ആ മദ്യം അത് നിങ്ങൾ കഴിക്കുക. ഈ 4 കാര്യങ്ങളും കേട്ടപ്പോൾ മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാണ്. അവരതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന്. അങ്ങനെ മലക്കുകൾ 2 പേരും ഒരു തീരുമാനത്തിലെത്തി. ഒരാൾ വെറുതെ നമ്മൾ വധിക്കാൻ പാടില്ല. പിന്നെയെന്ന് വെച്ചാൽ വിഗ്രഹാരാധന, അത് രണ്ടും തീരെ പാടില്ലാത്തതാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. പിന്നെ അത് മാത്രമല്ല, അവൾ 3ാമതായി ചോദിച്ച കാര്യം ഇസ്മുൽ ആളം, അത് അവൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. അത് പഠിപ്പിച്ച് കൊടുത്താലേ അത് പാടില്ല, അള്ളാഹുവിൻ്റെ രഹസ്യമാണത്, അതും പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ആ 4 കാര്യങ്ങൾ അവൾ വെച്ചതിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്, ഒരാളെ വധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, ഇസ്മുൽ ആളം പഠിപ്പിച്ചു കൊടുക്കാനും പാടില്ല. അതിലൊക്കെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്ന സംഭവം എന്താ? ആ മലക്കുകൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിലുള്ളത് മദ്യം കുടിക്കുകയല്ലേ. എന്തായാലും അവൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു 4 കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മോശമല്ലേ? അതും ഇത്രയ്ക്കോ സുന്ദരിയായൊരു പെണ്ണ് പറയുമ്പോൾ അങ്ങനെ അവർ മദ്യം കുടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറിയ തെറ്റ് മദ്യം ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും. അങ്ങനെ അവർക്ക് അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അവരതാ ആദ്യമായിട്ട് ഭൂമിയിൽ ഇറങ്ങിയിട്ട് തെറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ അവർ ചെയ്ത തെറ്റ് ആ പാത്രങ്ങളിൽ ഒഴിച്ചു വച്ചിരിക്കുന്ന മദ്യം കുടിക്കുകയാണ്. ആ 2 മലക്കുകളും മദ്യപിച്ചു. എന്നാൽ അവർ മദ്യം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സഹ്റത്ത് എന്ന് പറഞ്ഞ ആ ഒരു സുന്ദരിയായ പെണ്ണ് അവരുടെ മുമ്പിൽ നൃത്തം ചെയ്യാണ്. വളരെയധികം മനോഹരമായ രീതിയിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് മദ്യപിച്ച് നിൽക്കുന്ന ഈ 2 മലക്കുകൾ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? മദ്യപിച്ചാൽ എല്ലാവരുടെയും സ്ഥിതി എന്തായിരിക്കും? അതെ, അതുപോലെ തന്നെ അവർക്കും അനുഭവപ്പെടുന്നു. സുന്ദരിയായൊരു പെണ്ണ് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യാണ്. ആ ഒരു നൃത്തം കണ്ട് അവർ മയങ്ങി. വീണ്ടും വീണ്ടും അവർ മതിയാവോളം മദ്യം കഴിക്കുകയാണ്. അതെ, അത്രക്കും അവർ ആ ലഹരിയിൽ മുങ്ങിയിരുന്നു. സുന്ദരിയായൊരു പെണ്ണിൻ്റെ നൃത്തവും തൊട്ടടുത്ത് മദ്യവും, അത് രണ്ടും അവർ നല്ല രീതിയിൽ ആസ്വദിച്ചു. ആ 2 മലക്കുകൾക്കും ബോധമില്ലാതായി തീരുകയാണ്. ഇല്ല, അവരുടെ ആ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ളതൊക്കെ ആ ഒരു ബോധമെല്ലാം പോയി. കാരണം മദ്യത്തിൻ്റെ ലഹരിയിൽ അവർക്ക് എല്ലാത്തിനും പറ്റും എന്നുള്ളതായിരുന്നു. ആ ബോധമില്ലാത്ത അവസ്ഥയിൽ അവൾ കൂടുതൽ നൃത്തം ചെയ്ത് അവരെ അങ്ങ് മയക്കി. ആ ഒരു സമയത്ത് അവർ 2 പേരും അവൾ ആരാധിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിക്കുകയാണ്. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് അവളുടെ ഭർത്താവിനെ തിരഞ്ഞു പിടിച്ച് അവരെ വധിക്കുകയാണ്. ഇവർ 2 പേരും കൊല ചെയ്യപ്പെട്ടു ആ ഭർത്താവിനെ. അതുമല്ല, ഇസ്മുൽ ആളം അവൾ ആവശ്യപ്പെട്ട അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ലഹരിയിലാണ്, ഒന്നും അറിയുന്നില്ല, സ്വബോധമില്ല. ആ ഒരവസ്ഥയിൽ അതും ചെയ്തു.
ഇസ്മുൽ പഠിപ്പിച്ചതോടുകൂടി അതറിഞ്ഞു കിട്ടിയാൽ ആകാശത്തേക്ക് ഉയരാനുള്ള ശക്തിയൊക്കെ മലക്കുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, ഇവളും അത് പഠിച്ചു. ഇവരത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴേ സുഹ്റ അതാ ആകാശത്തേക്ക് ഉയരുകയാണ്. അവൾ ആകാശത്തേക്ക് ഉയരുന്നത് കണ്ട മലക്കുകൾ അവളോടൊപ്പം ആകാശത്തേക്ക് ഉയരുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ആ ലഹരിയിൽ അവർ ഇസ്മുൽ മറന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് അതിന് സാധിച്ചില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മുൽ അഅ്ലത്തോടൊപ്പം പറന്ന അവളെ സുഹ്റ എന്ന ഒരു നക്ഷത്രത്തോട് ചേർക്കുകയായിരുന്നു. ആകാശത്തെത്തിയപ്പോൾ അവളുടെ രൂപം മാറ്റി. മലക്കുകൾക്ക് ആകെ നിരാശ. ഇല്ല, ഞങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ല. എന്നാൽ മദ്യത്തിൻ്റെ ലഹരിയെല്ലാം വിട്ട് മലക്കുകൾക്കതാ സ്വബോധം തിരിച്ചു വരികയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കതാ വിഷമം തോന്നുകയാണ്. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? എന്തൊക്കെയാണ് ഞങ്ങൾ തെറ്റ് ചെയ്തത്? അതിലവർ പരസ്പരം പറഞ്ഞു. ഹാറൂത്ത് മാറൂത്ത് അവർ പരസ്പരം പരിശുദ്ധമായ സൃഷ്ടികളായ നാം ഇത്രക്കും നീചന്മാരായി തീർന്നല്ലോ ഈ ഭൂമിയിൽ വന്നിട്ട്. അവരാകെ ഖേദിച്ചു. ഇതെല്ലാം അള്ളാഹു മറ്റു മലക്കുകളോട് പറയാണ്. ഹാറൂത്ത് മാറൂത്ത് അവരെന്നെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് മനുഷ്യൻ്റെ വികാരവിചാരങ്ങൾക്ക് വിധേയരായപ്പോൾ അവർ എന്നിൽ നിന്നും അകന്ന് മഹാപാപത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു. എന്നാൽ ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും പരിതാപകരമായ ആ ഒരു സ്ഥിതി കണ്ടപ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, പഠിച്ചവനെ, മനുഷ്യന്മാരുടെ തെറ്റിനെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. കാരണം അവർക്കുള്ള അവസ്ഥ നീ അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഹാറൂത്തിനും മാറൂത്തിനും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവരെത്തുകയാണ്. കാരണം അള്ളാഹുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല, മനുഷ്യരെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ നിന്നിരുന്നതാണ്. അങ്ങനെയാണ് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ആ ഒരു ബുദ്ധി, മനുഷ്യരുടെ ബുദ്ധി ഇവർക്ക് കൊടുത്തത്. 1 മാസം ആയപ്പോഴേക്കും എല്ലാ രീതിയിലുള്ള തെറ്റുകളും അവർ ചെയ്തു കഴിഞ്ഞു. മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരിക്കലും അതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവരൊരു പെണ്ണിന് വേണ്ടി, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ പെണ്ണിന് വേണ്ടി അതെല്ലാം അവർ ഉപയോഗിച്ചു. ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തു. അവർക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ നേരെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. നബിയെ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നാൽ ഇദ്രീസ് നബി പറയാണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത വെള്ളിയാഴ്ച നബി അതാ ഇവർക്ക് വേണ്ടി, ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതാ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഹാറൂത്ത് മാറൂത്തിനോട് ചോദിക്കുകയാണ്, തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണല്ലോ. അപ്പോൾ നബിയെ, നിങ്ങൾ ചോദിക്കണം അവരോട്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് ശിക്ഷിച്ചാൽ മതിയോ, ഭൂമിയിൽ നിന്നുള്ള ശിക്ഷ നൽകട്ടെ എന്നവരോട് ചോദിക്കുകയാണ്. അതോ മരണത്തിന് ശേഷം മതിയോ? പരലോകത്തെ ശിക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടത്, ഭൂമിയിലെ ശിക്ഷയാണ് വേണ്ടത് എന്ന് നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരത് മലക്കുകളോട് ചോദിക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. ഏത് ശിക്ഷയാണ് നമുക്ക് വേണ്ടത്? ഇത്രയും തെറ്റ് ചെയ്ത സ്ഥിതിക്ക് അവർ പറയാണ്, നമുക്ക് ഇഹലോകത്തെ ശിക്ഷ, അതായത് ഭൂമിയിലുള്ള ശിക്ഷ തന്നെയാണ് ഏറ്റവും നല്ലത്. നൂർ ഫാത്തിമ, അതെന്തുകൊണ്ടാണ് അവർ ദുനിയാവിലെ ശിക്ഷ തിരഞ്ഞെടുത്തത് എന്ന് നിനക്കറിയോ? നാഫിക്ക, അത് ദുനിയാവിലെ ശിക്ഷയാകുമ്പോൾ ഖിയാമത്ത് നാൾ കൂടി അത് കഴിയുമല്ലോ അല്ലേ, കുറച്ച് കാലമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ പരലോകത്തെന്ന് പറഞ്ഞാൽ അത് കാലാകാലം ഉണ്ടാവും, ഒരിക്കലും ആ ശിക്ഷ അവസാനിക്കുന്നില്ല. അത് മലക്കുകൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ദുനിയാവിലെ ശിക്ഷ മതിയെന്ന്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായത്തോടെ അതിനനുസരിച്ച് അവരുടെ പേര് മാറ്റുകയാണ്. ഹാറൂത്ത് മാറൂത്ത് എന്നുള്ളത് മലക്കുകളുടെ പേരാണല്ലോ, ആ പേരുകൾ മാറ്റുകയാണ്. ഹാറൂത്തിന് ഹറ എന്നും ഹാറൂത്തിന് ഹറായ എന്നും അതാ പേര് നൽകുകയാണ്. അങ്ങനെ അതാ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം മലക്കുകൾ ഇരുമ്പ് ചങ്ങല കൊണ്ടുവരികയാണ്.
ആ 2 മലക്കുകളുടെ കൈകാലുകൾ അതാ ആ ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിക്കുന്നു. അവർക്കുള്ള ശിക്ഷ എന്താണെന്നോ? ബാബിലോണിയയിലെ ഒരു കിണറ്റിൽ അവരെ അതാ തല കീഴായി കെട്ടിത്തൂക്കുകയാണ്, കാലും കൈയും ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട്. അതും വളരെയധികം ഇരുട്ടുള്ള വലിയൊരു കിണറിൽ. അതുമാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അവരാവശ്യപ്പെട്ടത്. എന്നാൽ ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷയുണ്ടാവുകയുള്ളല്ലോ എന്ന് കരുതിയിട്ടാണ്. അതുമാത്രമല്ല, കഠിനമായ ദാഹമായിരിക്കും അവർക്ക്. തല കീഴായി ചെങ്ങലയിൽ കെട്ടിത്തൂക്കി ഇരുട്ടുള്ള കിണറ്റിൽ തൂക്കിയിട്ടിരിക്കുന്ന അവരെ ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ അടിക്കുകയാണ്. ശക്തമായ ദാഹം അവർക്ക് കൊടുക്കും. പക്ഷേ കിണറ്റിൽ വെള്ളമുണ്ട്. നാവ് പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു. എങ്കിൽ ഒരു ചാൺ അകലെയാണ് വെള്ളം. അത്രക്കും ദാഹമുണ്ട്. പക്ഷേ വെള്ളം കിട്ടില്ല. ആ ഒരു രീതിയിൽ അവരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ദാഹിക്കുന്നതിന് തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള പുക, മലിനമായ എല്ലാ അവശിഷ്ടങ്ങളും, എല്ലാ രീതിയിലുള്ള വിഷവാതകങ്ങളും എല്ലാം ചെല്ലുന്നത് ആ ഒരു കിണറ്റിലേക്കാണത്രേ. അപ്പോൾ ദുനിയാവിലെ ശിക്ഷ അവർ തിരഞ്ഞെടുത്തത് എന്തിനാന്ന് മനസ്സിലായില്ലേ? അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെ തെറ്റ് ചെയ്താലും നമുക്ക് അതിനുള്ള ശിക്ഷ പടച്ച റബ്ബ് കാത്തു നിൽക്കുന്നുണ്ട്. അതും പരലോകത്ത് വെച്ചായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഉസ്താദേ, ശരിക്കും അത്ഭുതമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലേ? അത് മാത്രമല്ല എൻ്റെ നൂർ ഫാത്തിമ, ഇതിൻ്റെ ബാക്കി ഇഷ്ടം പോലെയുണ്ട്. അവരെ ബാബിലോണിയയിലെ ഒരു കിണറ്റിൽ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണല്ലോ. അതെ, അവിടേക്ക് ഒരു കുട്ടി പോകുന്ന കഥയൊക്കെ ഉണ്ട്. അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി കഥ തുടരാം. നാഫിക്ക, ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുഴുവനായി കേൾക്കാനൊക്കെ തോന്നുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഉപ്പയൊന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തണം. എന്നിട്ട് ഇൻഷാ അല്ലാ അവിടെ നിന്നാവുമ്പോൾ ഇതെല്ലാം കേൾക്കാൻ വല്ലാത്തൊരു സുഖമായിരിക്കും. നാഫിക്ക, ശരിക്കും എനിക്ക് ആ ഒരു സമയത്തേക്ക് കടന്നു വന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത്. നൂർമോളെ, ഇതാണ് നമ്മൾ ദുനിയാവിൽ നിന്ന് തെറ്റ് ചെയ്താലുള്ള ശിക്ഷ നമുക്ക് കിട്ടാൻ പോകുന്നത്. മലക്കുകൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. എന്നിട്ട് പോലും അപ്പോൾ ഇനി മനുഷ്യരായ നമ്മളൊക്കെ അതാണ് പറഞ്ഞത്, നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. മനസ്സിൽ ഈമാനുണ്ടെങ്കിൽ ഒരു തെറ്റും നമ്മൾ ചെയ്യില്ല. അതിപ്പോൾ എത്ര വലിയ സുന്ദരി വന്ന് മുന്നിൽ വന്ന് കൊഞ്ചി കുഴഞ്ഞാലും ശരി, ഈമാനുള്ളവരായിരിക്കണം. അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.